Hi dears and welcome to a new video. Calicut University degree admission 2022 applications start ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിനെപ്പറ്റി അറിഞ്ഞു കാണും. കുറേ പേരൊക്കെ അപ്ലൈ ചെയ്ത് കാണും. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഗ്രി അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ വെൽക്കം ടു ദിസ് വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ എന്നും പറയുന്നത് പോലെ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക, ഓക്കെ, ആൻഡ് സപ്പോർട്ട് ദ ചാനൽ. സോ നമുക്ക് എന്താ കാര്യം എന്ന് കാണാം. നമ്മൾ ഡിഗ്രി അഡ്മിഷൻ്റെ സൈറ്റൊക്കെ എല്ലാവർക്കും അറിയാം. admissions.uoc.ac.in എന്ന ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ UG CAP 2022-23 കാണാം, അപ്ലൈ ഹിയർ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് UG CAPൻ്റെ മാത്രമായിട്ടുള്ള പേജിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കും. ഈ പേജിൽ അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യം ഇവിടെ കാണാം. പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് 2021. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആരും അത് ക്ലിക്ക് ചെയ്യാൻ പോകാറില്ല. നമ്മൾ ഡയറക്റ്റ്ലി ഈ പേജിൽ പോകും, അപ്ലൈ നൗ കൊടുക്കും, ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യും, കുറച്ച് കോളേജസ് 20 കോളേജസ് അങ്ങോട്ട് കൊടുക്കും, എന്നിട്ട് അപ്ലിക്കേഷൻ ഓക്കെ കഴിഞ്ഞു, എൻ്റെ അപ്ലിക്കേഷൻ കഴിഞ്ഞു, ഇനി സീറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഒരു മണ്ടത്തരാണ്. ഓക്കെ, എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് അറിയാം, നമ്മൾ +2 മാർക്കൊക്കെ വെച്ചിട്ട് ഒരു ഏത് റേഞ്ചിൽ നമ്മൾ നിൽക്കുന്നുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ പലർക്കും പല ചോയ്സസ് ആയിരിക്കും കോളേജ് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കോഴ്സ് സെലക്ട് ചെയ്യാൻ. ചിലർക്ക് വീടിൻ്റെ അടുത്തുള്ള ഈ കോളേജിൽ പോയാൽ മതി. ഹോം സിക്നെസ് ഒക്കെ ഉള്ളവർ വീടിൻ്റെ അടുത്തേക്ക് പോകും. അല്ലെങ്കിൽ ദൂരെ ആണെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ കോഴ്സ് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൂരെയുള്ള ആ കോഴ്സുള്ള കോളേജ് സെലക്ട് ചെയ്തിട്ട് അവിടെ ഓപ്ഷൻ ആയിട്ട് കൊടുക്കും. ഇങ്ങനെ പല പ്രയോറിറ്റീസ് ആയിരിക്കും നമ്മൾ കോളേജും കോഴ്സും സെലക്ട് ചെയ്യുമ്പോൾ. അതെല്ലാവർക്കും അവരുടേതായ ഡിഫറെൻറ്റ് ചോയ്സസ് ഉണ്ടാവും അല്ലേ. പക്ഷെ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ കോളേജിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ കോഴ്സ് നമുക്ക് കിട്ടുമോ ഇല്ലേ എന്നൊരു ധാരണ ഉണ്ടായിരിക്കണം. എന്നിട്ട് ആ കോഴ്സ് കൊടുക്കുക. അപ്പം ഓപ്ഷൻസ് കൊടുക്കുമ്പം 20 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. ഈ 20 ഓപ്ഷൻ വെറുതെ റാൻഡം ആയിട്ട് കുറെ കോളേജും കോഴ്സും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷനിൽ കയറിയേ ഇല്ല. ഡാം ഷുവർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഹൈലി ഒരു ഫുൾ മാർക്ക് പ്ലസ് ബോണസ് മാർക്ക് ഒക്കെ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഓക്കെ, ഷീ ഓർ ഹി വിൽ പാസ്, അല്ലെങ്കിൽ ഹി ഓർ ഷീ വിൽ ഗെറ്റ് ദ സീറ്റ് ഇൻ ദ റിക്വയർഡ് കോളേജ്. അതല്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ലേ, ആവറേജ് ആൻഡ് എബവ് ആവറേജ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർക്ക് കോളേജിൽ സീറ്റ് കിട്ടണമെങ്കിൽ, അവർക്ക് ആഗ്രഹിക്കുന്ന കോഴ്സസ് കിട്ടണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ഇൻഡെക്സ് മാർക്കും നമ്മുടെ ഇൻഡെക്സ് മാർക്കും കൂടി കമ്പയർ ചെയ്ത് നോക്കണം. ഓക്കെ, ഇത് എല്ലാവരും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അത് ചെയ്തതിന് ശേഷം, നിങ്ങൾ ആ കമ്പാരിസൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏതൊക്കെ കോളേജ് കൊടുത്താലാണ് നിങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സ് കൊടുത്താലാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉള്ളത് എന്ന് ഈ ഒരു കാര്യം നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എന്താ നോക്കണ്ടേ, നമ്മുടെ ഇൻഡെക്സ് മാർക്കും പ്രീവിയസ് ഇയേഴ്സിലെ ഇൻഡെക്സ് മാർക്കും കൂടി കമ്പയർ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ആ പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഇവിടെ താഴെ കാണാം പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് 2021. കഴിഞ്ഞ കൊല്ലം ഓരോ കോളേജിലും ലാസ്റ്റ് കയറിയ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്കാണ് ഈ പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക്. അപ്പോൾ അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന ഒരു കുട്ടി ഇപ്പോൾ ഓക്കെ BSc കെമിസ്ട്രിക്ക് പോകണം. അങ്ങനെയുള്ള ഒരു കുട്ടി ലാസ്റ്റ് ഇയർ BSc കെമിസ്ട്രിയിൽ ആ പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന എല്ലാ കോളേജിലും ഇൻഡെക്സ് മാർക്ക് ആ കുട്ടിയുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ കോഴ്സ് സെലക്ട് ചെയ്യാം, UG കൊടുത്തു. ഇനി പ്രോഗ്രാം സെലക്ട് ചെയ്യാം. ഇപ്പോൾ കുറേ പ്രോഗ്രാംസ്, എല്ലാ ഡിഗ്രി പ്രോഗ്രാംസും ഇവിടെ കാണാം. അതിൽ നിങ്ങൾക്ക് വേണ്ട ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ പറഞ്ഞത് തന്നെ എടുക്കാം, BSc കെമിസ്ട്രി അല്ലേ. BSc കെമിസ്ട്രി എടുത്തു. ഇനി ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, വയനാട്. അപ്പോൾ നമ്മളൊരു ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്തു, സെർച്ച് കൊടുക്കാം. അപ്പം ഇവിടെ നിങ്ങൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ കോളേജിലും ഓരോ കാറ്റഗറിയിലും അവസാനം കയറിയിട്ടുള്ള കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കൂ, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീൻസ് എന്താ, കോഴിക്കോടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക്
ഗവൺമെന്റ് കോളേജ് ആണ്. അവിടെ കെമിസ്ട്രിയിലേക്ക് വന്നിട്ടുള്ള മാർക്ക് നോക്കൂ, 996 ആണ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്. ഇത് ഫസ്റ്റ് ഇൻഡെക്സ് മാർക്ക് അല്ല, ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക്. അപ്പൊ മിനിമം ഈ 996 ഉള്ള ഒരു കുട്ടി അവിടെ കൊടുത്താൽ മാത്രമേ ആ കുട്ടിക്ക് ഒരു ചാൻസ് ഉള്ളൂ അവിടെ കിട്ടാൻ. അതിന്റെ താഴെ ഇപ്പൊ 996 നമ്മുടെ ഒരു ഇൻഡെക്സ് മാർക്കൊക്കെ ഒരു 920 ആണ്, അല്ലെങ്കിൽ 900ന്റെ അടുത്താണ്. അപ്പൊ നമ്മൾ ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീൻചന്ത അതുപോലെ ഒരു 980 990 വരുന്ന ഒരു റേഞ്ചിൽ ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ആ കോളേജസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചാൻസ് കുറയാണ് ചെയ്യുക കിട്ടാനുള്ള. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം? ഇവിടെ ഇപ്പൊ 900ന്റെ അറൗണ്ട് ആണ് നമ്മുടെ എന്താ പറയാ മാർക്ക് എന്ന് നമുക്ക് അറിയാം. 900ന്റെ ഏകദേശം ആണെങ്കിൽ എവിടേക്ക് ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇതാ ഈ സെൽഫ് ഫിനാൻസിങ് കോഴ്സ് 895 ഒക്കെ അതിന്റെ താഴെ വരുന്നതാണ് അല്ലേ. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്തായാലും കിട്ടും അപ്ലൈ ചെയ്താൽ. ഈ കോളേജസിലൊക്കെ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ്. ഇനി ഗവൺമെന്റ് കോളേജസ് തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാറ്റഗറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ അപ്ലൈ ദയർ, അതിനനുസരിച്ച് കൊടുക്കുക. പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട എന്നിങ്ങനെ സീറ്റ്സ് വരുന്നുണ്ട്. അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ മാർക്സ് ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പൊ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. കമ്മ്യൂണിറ്റി കോളേജസ് ഉണ്ടാവും എയ്ഡഡ് ആയിട്ടുള്ള, അവിടെ അപ്ലൈ ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി മാർക്ക് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചാൻസ് കിട്ടും കയറാനായിട്ട്. പിന്നെ മാനേജ്മെന്റ് കോട്ട ഡെഫിനറ്റ്ലി മാർക്കിനനുസരിച്ചാണെങ്കിലും മാനേജ്മെന്റ് കോട്ടയിലും കുറച്ചും കൂടി പ്രോബബിലിറ്റി കൂടുതലാണ് നിങ്ങൾക്ക് അവിടെ കയറാനായിട്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഓരോ കോഴ്സും ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ആദ്യം നോക്കുക. അതെങ്ങനെയാ നോക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടാൻ ചാൻസ് ഉള്ളതെന്ന് നോക്കി വെക്കുക. എന്ന് വിചാരിച്ച് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഈ 900ന് താഴെയുള്ള ഒരു കോളേജ് കൊടുക്കണം എന്നല്ല. നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുമ്പം 20 ഓപ്ഷൻസും ആ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. ഒരു ടോപ്പിൽ വരുന്നത് ഒരു ഗവൺമെന്റ് കോളേജസ്, ഒരു നല്ല ഹൈലി ക്വാളിഫൈഡ്, ഹൈലി മാർക്സ് ഒക്കെ അറൌണ്ട് 100% ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ 95+% ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ഗവൺമെന്റ് കോളേജസ് കുറച്ച് അധികം കൊടുക്കുക മുകളിൽ. പിന്നെ അതിന്റെ താഴെ എയ്ഡഡ് കോളേജസ് കൊടുക്കുക. സെൽഫ് ഫിനാൻസിങ് കൊടുക്കണം എന്ന് തന്നെ ഇല്ല. ഓക്കെ, ആ രീതിയിൽ ഓപ്ഷൻസ് കൊടുക്കാം. ഇനി ഒരു ആവറേജ് കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മീഡിയം കുട്ടിയാണെങ്കിൽ ഒന്നോ രണ്ടോ ഗവൺമെന്റ് കോളേജസ് ഫസ്റ്റ് സെക്കൻഡ് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. പിന്നെ എയ്ഡഡ് കോളേജസ് കുറച്ച് അധികം കൊടുക്കുക, നിങ്ങളുടെ മാർക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കുക. അതിന്റെ അടിയിൽ കുറച്ച് സെൽഫ് ഫിനാൻസിങ് കോളേജസ്, ഒരു 2-3 സെൽഫ് ഫിനാൻസിങ് കോളേജസും കൊടുക്കാം. അപ്പൊ ഈ രീതിയിൽ ഗവൺമെന്റ്, എയ്ഡഡ്, സെൽഫ് ഫിനാൻസിങ് ഈ ഓർഡറിൽ നിങ്ങൾ ഓപ്ഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് കാര്യം. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നോക്കാം അല്ലെ. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് ഒന്ന് കൊടുക്കുക. ഓക്കെ, BA എക്കണോമിക്സ്, കോഴിക്കോടുള്ള BA എക്കണോമിക്സ് അവൈലബിൾ ആയിട്ടുള്ള കോളേജസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പൊ വരും. നോക്കൂ, BA എക്കണോമിക്സിൽ 1188 ജനറലിൽ ലാസ്റ്റ് കയറിയിട്ടുള്ള കുട്ടീൻ്റെ ഇൻഡെക്സ് മാർക്ക്. ഇറ്റ്സ് റിയലി ഹൈ അല്ലേ. ഇത്ര ഹൈ മാർക്സിൽ നമുക്ക് അവസാനം കയറിയ കുട്ടിയാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഫസ്റ്റ് കയറിയ കുട്ടിയല്ല. അപ്പോൾ ഇത്രയും ഹൈ മാർക്സിലാണ് BA എക്കണോമിക്സ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സാണ്, മനസ്സിലായില്ലേ. അപ്പൊ ഈ രീതിയിലാണ് കൊടുക്കുന്നത്. സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണെങ്കിൽ പോലും 1000ന് മുകളിലാണ് ഇൻഡെക്സ് മാർക്ക് വരുന്നത്. സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഒക്കെ നോക്കൂ. പിന്നെ ഒരു ചാൻസ് ഉള്ളത് ഇവിടെ ഒരു 851 വന്നിട്ടുണ്ട്. അതെന്താ റീസൺ എന്നറിയില്ല. അപ്പൊ അങ്ങനെ നോക്കുക. അപ്പൊ BA എക്കണോമിക്സ് ഉള്ള ഒരു കുട്ടി വെരി ഹൈ മാർക്സ് ഉണ്ടെങ്കിൽ മാത്രം, ഇൻഡെക്സ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം BA എക്കണോമിക്സ് ഓപ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സീറ്റ് കിട്ടാനായിട്ട്. സീറ്റ്സ് കുറേ ഉണ്ട്, എക്കണോമിക്സ്, കൊമേഴ്സിനൊക്കെ ഒരുപാട് സീറ്റ്സ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഇത്രയും പഠിക്കുന്ന കുട്ടികൾ ഇത്രയും അധികം ഉണ്ട്. അതുകൊണ്ട് ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ മറ്റൊരു കോഴ്സിലേക്ക്, മാർക്ക് കുറവാണെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാ കാണാമെന്ന്. നമ്മൾ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, UG CAPന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പ്രോസ്പെക്ടസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, UG CAP 2022 പ്രോസ്പെക്ടസ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. അതിൽ പ്രോസ്പെക്ടസിൽ പേജ് നമ്പർ 28
അവിടെ ഓരോ കോഴ്സിൻ്റെയും ഇൻഡെക്സ് മാർക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അതാണ് കോഴ്സ്. എലിജിബിലിറ്റി +2 ആണ്. ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് ഇവിടെ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ മാർക്സ് പ്ലസ് ട്വൈസ് ദ മാർക്സ് സെക്യൂർഡ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പം നിങ്ങളുടെ 12th +2 ടോട്ടൽ മാർക്ക് എടുക്കുക, അതിനോട് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് 2 ടൈംസ് ആഡ് ചെയ്യാം. അപ്പം അത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് ആയിരിക്കും. ഇനി അതിന് എക്സ്ട്രാ വെയിറ്റേജസ് വരുന്നുണ്ട്. വെയിറ്റേജ് 20 മാർക്സ് വിൽ ബി ഗിവൺ ടു ദോസ് ഹു ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആസ് ഓപ്ഷണൽ സബ്ജക്ട് ഫോർ HSC. +2 ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ 20 മാർക്സ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. അപ്പം തന്നെ ഹൈ മാർക്സ് ആയില്ലേ. പിന്നെ ഇനി ഇതിനോട് ആഡ് ചെയ്യപ്പെടുന്ന കുറേ അധികം കോട്ട മാർക്സ് ഒക്കെ വരുന്നുണ്ട്, അതായത് റിസർവേഷൻ മാർക്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ആവറേജ് ഇൻഡെക്സ് മാർക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി എക്സ്ട്രാ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് സ്പോർട്സ് എക്സലൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്സ് വരും, ആർട്സിൻ്റെ കൾച്ചറൽ മാർക്സ് വരും. അങ്ങനെ മറ്റേതെങ്കിലും നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്സ് ഇതിനോട് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ഈ രീതിയിലാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ജസ്റ്റ് നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഇൻഡെക്സ് മാർക്ക്, അതിൻ്റെ ഇൻഡെക്സ് മാർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കൊടുത്താൽ കിട്ടാൻ ചാൻസ് ഉള്ള കോളേജസ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ 20 ഓപ്ഷൻസിൻ്റെ ആ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ. അല്ലാതെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിക്കുന്നതോ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതോ അല്ലെ വളരെ പെട്ടെന്ന് ഇന്ന് തുടങ്ങി ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ അപ്ലൈ ചെയ്താൽ എനിക്ക് ഫസ്റ്റ് ചാൻസിൽ കിട്ടും അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് ടൈമിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഒക്കെ ദിസ് ഇസ് ഇമ്മെറ്റീരിയൽ ഓഫ് ടൈം. അപ്പം ഇതാണ് കാര്യം, എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്, ഏത് ഓപ്ഷൻസ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടോ, അതിനനുസരിച്ച് ഓപ്ഷൻസ് കൊടുത്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ഓക്കെ, എത്ര അലോട്ട്മെന്റ്, 1, 2, 3 അലോട്ട്മെന്റ് ഉണ്ടായിരിക്കാം. പിന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റ്സ് ഉണ്ടായിരിക്കാം, സ്പെഷ്യൽ അലോട്ട്മെന്റ്സ് ഉണ്ടായിരിക്കാം. പിന്നെ അങ്ങനെ പല രീതിയിലും അലോട്ട്മെന്റ്സും അഡ്മിഷനും ഒക്കെ നടക്കും. പക്ഷെ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസിന്റെ ബേസിസിൽ മാത്രമായിരിക്കുമല്ലോ അലോട്ട്മെന്റ് നടക്കുക. അപ്പൊ അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. സോ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫോർമേറ്റീവ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം, നിന്റെ ഇൻഡെക്സ് മാർക്ക് നീ നോക്കിയോ, എത്ര കിട്ടി, എൻ്റെത് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്, അപ്പം ഞാൻ ഈ കോളേജാണ് കൊടുക്കാൻ വിചാരിക്കുന്നത്, ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം അവരും നോക്കും, നമ്മളും നോക്കും. നമ്മളെ പ്രോബബിലിറ്റി അറിയാം, അവരുടെ പ്രോബബിലിറ്റി അറിയാം, ഏത് കോളേജ് കൊടുത്താലാണ് കിട്ടുക. എൻ്റെ ഫ്രണ്ട് ഈ കോളേജ് കൊടുത്തു, ഈ കോഴ്സ് കൊടുത്തു, അതുകൊണ്ട് എനിക്കും ആ കോഴ്സ് കിട്ടണം, അങ്ങനെ വിചാരിച്ചാലൊന്നും കിട്ടാൻ പോകുന്നില്ല. സോ എനിവേ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മൾ റിപ്ലൈ ചെയ്യാം, കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ അടുത്ത് തുടങ്ങി, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആപ്ലിക്കേഷന് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഡേറ്റ്സ് ഒന്നും മിസ്സാവരുത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ നോക്കുക. പിന്നെ ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. മറ്റേതെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യം വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. So thanks for watching. Keep watching. Thank you.